ഗാമയെ സെർച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ക്രിയേറ്റ് യുവർ അക്കൗണ്ട് യൂസിങ് ജിമെയിൽ. നമ്മൾ സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ 400 ക്രെഡിറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ദെൻ ഗോ ടു ക്രിയേറ്റ് ന്യൂ, ദെൻ ജനറേറ്റ്. എന്നിട്ട് നമുക്ക് വേണ്ട നമ്പർ ഓഫ് സ്ലൈഡ്സ് സെലക്ട് ചെയ്യുക. ഫ്രീ വെർഷനിൽ 10 സ്ലൈഡ് വരെ ഒരു PPTയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഡിസൈൻ മോഡ് സെലക്ട് ചെയ്യുക. ഫ്രീ വെർഷനിൽ ക്ലാസിക് മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ. ദെൻ സ്ലൈഡ് സൈസ്, അതിനുശേഷം ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. മലയാളവും നമുക്ക് അവൈലബിൾ ആണ്. മലയാളം, ഞാനിപ്പോൾ ഇംഗ്ലീഷ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഈ ടാബിൽ നമുക്ക് വേണ്ട ഏത് ടോപ്പിക്കാണ് വേണ്ടത് ആ ടോപ്പിക്ക് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ജനറേറ്റ് ഔട്ട്ലൈൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേണ്ട PPTയുടെ ഒരു ഔട്ട്ലൈൻ റെഡി ആയിട്ടുണ്ട്. എന്തെങ്കിലും ചേഞ്ച് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ടെക്സ്റ്റ് കണ്ടൻറ്റ് സെലക്ട് ചെയ്യാൻ നമുക്ക് 4 ഓപ്ഷൻസ് ആണുള്ളത്: മിനിമൽ, കൺസൈസ്, ഡീറ്റെയിൽഡ് ആൻഡ് എക്സ്റ്റെൻസീവ്. മിനിമൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു സ്ലൈഡിൽ കുറച്ച് ടെക്സ്റ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. എക്സ്റ്റെൻസീവ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടെക്സ്റ്റ് ഉണ്ടായിരിക്കും. നമുക്ക് കൺസൈസ് സെലക്ട് ചെയ്യാം. ദെൻ സൂട്ടബിൾ ആയിട്ടുള്ളൊരു തീം സെലക്ട് ചെയ്യുക. ചോക്ലേറ്റ് തന്നെ സെലക്ട് ചെയ്യാം. ദെൻ ഇമേജ് സോഴ്സ്, നമ്മുടെ സ്ലൈഡിൽ ആഡ് ചെയ്യേണ്ട ഇമേജ് എങ്ങനെ ഏത് സോഴ്സിൽ നിന്ന് വേണമെന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ AI ഇമേജ് തന്നെയാണ് സോഴ്സായിട്ട് കൊടുക്കുന്നത്. ദെൻ ഏത് ഇമേജ് മോഡലിൽ നമുക്ക് സെലക്ട് ചെയ്യണം, ഇമേജ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ഇവിടെ സെലക്ട് ചെയ്യാം. നമുക്ക് ഓട്ടോ തന്നെ കൊടുക്കാം. ദെൻ ഇമേജ് ആർട്ട് സ്റ്റൈൽ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ തീം എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടെങ്കിൽ അതും ഇവിടെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ സോഫിസ്റ്റിക്കേറ്റഡ് കൊടുക്കാം. ദെൻ ക്ലിക്ക് ജനറേറ്റ്. അപ്പോൾ നമ്മുടെ 10 സ്ലൈഡ്സും ക്രിയേറ്റ് ആയിട്ടുണ്ട്. എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ ഇനി സ്ലൈഡ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് ജസ്റ്റ് സ്ലൈഡ് ക്ലിക്ക് ചെയ്യുക. ദെൻ കാർഡ് സ്റ്റൈലിംഗ് ഓപ്ഷൻ, ഈ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് ഈ ഇമേജ് ഏത് സൈഡിൽ വേണം എന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കാർഡ് കളർ സെലക്ട് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ കണ്ടൻറ് അലൈൻമെൻറ്റ് എങ്ങനെ വേണമെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് കറക്റ്റ് ചെയ്തതിന് ശേഷം എഡിറ്റ് വിത്ത് ഏജൻറ്റ്, ഈ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമ്മുടെ കണ്ടൻറ്റ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കണമെങ്കിൽ, കണ്ടൻറ്റ് കുറച്ചുകൂടി മാറ്റണമെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. റൈറ്റിംഗ് സെലക്ട് ചെയ്യുന്നു, ഇമ്പ്രൂവ് റൈറ്റിംഗ്, ഒറിജിനൽ സ്ലൈഡും മോഡിഫൈഡ് സ്ലൈഡും ഇവിടെ ഉണ്ട്. നമുക്ക് മോഡിഫൈഡ് സ്ലൈഡ് ആണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഇമേജ് മാറ്റണമെങ്കിൽ ഇമേജിൻ്റെ ഇവിടെ ഒന്നെങ്കിൽ നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഇത് സെലക്ട് ചെയ്താൽ മേക്ക് ദിസ് മോർ വിഷ്വൽ. നമ്മുടെ കണ്ടൻറ്റും ഇമേജും അക്കോർഡിംഗ്ലി മോഡിഫൈഡ് ആയിട്ടുണ്ട്. ഇനി ഒറിജിനൽ മതിയെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക. പുതിയതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മോഡിഫൈഡ് സെലക്ട് ചെയ്യുക. ആഡ് ഇൻ ബിറ്റ്വീൻ പുതിയൊരു കാർഡ് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാർഡ് വിത്ത്
AI എന്ന ഓപ്ഷൻ, ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. എന്താണ് അവിടെ വേണ്ടെന്നുള്ള, ആ കാർഡിൽ എന്താണ് കണ്ടൻറ്റ് വേണ്ടെന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിലിപ്പോൾ കുറേ സജഷൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഡെപ്ത് പ്രയോറിറ്റി, ഇതൊരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തിട്ട് ജനറേറ്റ് കൊടുക്കാം. നമ്മുടെ പുതിയ കാർഡ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ പുതിയൊരു കാർഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് 5 ക്രെഡിറ്റ് യൂസ് ആവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ കാർഡിൻ്റെ നോട്ട്സ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും പറ്റുന്നതാണ്. അതായത് ആഡ് നോട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് വേണ്ട എക്സ്പ്ലെയിൻ ചെയ്യേണ്ട നോട്ട് എന്താണെന്ന് വേണ്ടെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യുക. ഇനി ജനറേറ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ AI തന്നെ നമുക്ക് വേണ്ട നോട്ട് ക്രിയേറ്റ് ചെയ്ത് തരും. നമുക്ക് നോക്കാം. ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട നോട്ട്സ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സൈഡിലുള്ള മെനൂസ് ഉപയോഗിച്ച് നമുക്ക് ടേബിൾ, ചാർട്ട് എന്നിവ നമ്മുടെ സ്ലൈഡിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ചാർട്ട്സ് ആൻഡ് ഗ്രാഫ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട ടൈപ്പ് ഓഫ് ചാർട്ട് സെലക്ട് ചെയ്യുക. ഇതൊരു സാമ്പിൾ ഗ്രാഫ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി എഡിറ്റ് ചാർട്ട് കൊടുക്കും. എഡിറ്റ് ചാർട്ട് കൊടുത്ത് ഇത് നമുക്ക് വേണ്ട, ഇവിടെ ഇതിന് വേറെ ടൈപ്പ് കൊണ്ട് ചാർട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ചാർട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോളം, സ്റ്റാക്ക്, പല ടൈപ്പ് ഡേറ്റ എഡിറ്റ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ പുതിയ റോ ആൻഡ് കോളംസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സെറ്റിങ്സ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. സ്ലൈഡ്, അതിനുശേഷം പേജ് സെറ്റപ്പ്. ഇവിടെ വീണ്ടും നമുക്ക് സ്ലൈഡ് സൈസ് മാറ്റാൻ പറ്റും. കണ്ടൻറ് അലൈൻമെൻറ്റ്, ഫോൺ സൈസ് ലാർജ് ആക്കണമെന്നുണ്ടെങ്കിൽ ലാർജ് ആക്കാം, സ്മോൾ ആക്കണമെന്നുണ്ടെങ്കിൽ സ്മോൾ ആക്കാം. അതുപോലെ തന്നെ ബാക്ക് ഡ്രോപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പ്രസൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ തന്നെ ഈ പ്രസൻറ്റ് റിവ്യൂ കൊടുത്താൽ നമ്മുടെ നോട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. വ്യൂവേഴ്സിൻ്റെ സ്ലൈഡും നമുക്ക് നമ്മുടെ സ്ലൈഡും അതുപോലെ തന്നെ നമ്മുടെ നോട്ടും കാണാൻ സാധിക്കുന്നതാണ്. ഒരു സ്ലൈഡ് കംപ്ലീറ്റ് ചെയ്യാനാണ് എത്ര സമയം എടുത്തു എന്നുള്ളത് ഈ ടൈമറിൽ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും. ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ മെയിൽ ആഡ് ചെയ്താൽ നമ്മുടെ PPT ഷെയർ ചെയ്യാൻ സാധിക്കും. ഷെയർ ചെയ്യുന്ന റെസിപ്പിയൻറ്റിന് ഏതൊക്കെ പെർമിഷൻസ് വേണമെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം എക്സ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും നമ്മുടെ PPT നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വ്യൂ അനാലിറ്റിക്സ് ഇതെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ PPT എത്ര ആൾക്കാർ വ്യൂ ചെയ്തു, ഏതൊക്കെ കാർഡിനാണ് എൻഗേജ്മെൻറ്റ് കൂടുതൽ, ഇതെങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. പുതിയ വീഡിയോസ്